ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് മനോഹരമായ ഇടങ്ങളുണ്ട്. അതിൽ ഒരു പുതിയ ഇടത്തെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സാധാരണ ചേർത്തലയ്ക്ക് പോകുമ്പോൾ ബൈക്കിലോ അല്ലെങ്കിൽ കാറിൽ പാഞ്ഞങ്ങ് പോകാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിയോരത്തുണ്ടായ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാതെ പോകാൻ പറ്റില്ല എന്ന അവസ്ഥയായി. കാറ്റോരം എന്ന ഒരു മനോഹരമായ ഇടമാണ് നമ്മളിന്ന് കാണുന്നത്. ഇടയാടൻ വേരൂരിൽ നിന്നും അമ്പിയാ മാർക്കറ്റിലേക്ക് പോകുന്നൊരു പാതയോരത്തെയാണ് പഞ്ചായത്തും നാട്ടുകാരും ഒക്കെ ചേർന്ന് വളരെ മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത്. ഏകദേശം ഒരു 50 മീറ്റർ ദൂരത്തോളം വരുന്ന ഭാഗത്താണ് പാർക്ക് ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ച് വളരെ മനോഹരമായി സ്ഥലത്ത് മാറ്റിയിരിക്കുന്നത്. ഒരു ബേർഡ് സാഞ്ചുറിയുടെ കൂടി ഫലം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. കാര്യം നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ബേർഡ്സ് ഈ വെറ്റ്ലാൻഡിലുണ്ട്. ഈ വെള്ളത്തിലൊക്കെ ഒരുപാട് പക്ഷികൾ നടപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് തൊട്ടുമുൽ കാണുന്ന വർണ്ണക്കൊക്ക്, അതേപോലെ തന്നെ നീലക്കോഴി, അതേപോലെ തന്നെ ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ് എന്ന് പറയുന്ന പവിഴക്കാലി. നമ്മുടെ നാട്ടിൻപുറത്തെ പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തു നിന്നും നാട്ടിൻപുറത്തിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മൾ അല്പസമയം നിൽക്കുമ്പോൾ കുറേ നാട്ടിൻപുറ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കള്ളിച്ചത്ത് എന്താണെന്ന് അറിയാത്തവർക്ക് അല്ലെങ്കിൽ കാണാത്തവർക്കൊക്കെ തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള അവസരം കൂടി ഇവിടെ ഉണ്ടാകും. അതൊരു ലോക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകൾ കൂടിയാണ് ഇവിടെ തുറന്നിടുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകളാണ്. അവർ വൈകിട്ട് പാൽ സ്റ്റോറിലേക്ക് പാലൊക്കെ ആയിട്ട് പോകണം. ഇത്തരം കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വേരുവള്ളി അമ്പിയാ മാർക്കറ്റ് ഈ റോഡിൻ്റെ പരിസരത്ത് ഭയങ്കരമായിട്ട് മാലിന്യം തള്ളിയ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം നമ്മൾ പഞ്ചായത്തിലെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളത് വൃത്തിയാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കാറ്റോരം എന്ന ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത്രയും സ്ഥലത്ത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വരും വർഷങ്ങളിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി നമ്മൾ ഈ പദ്ധതിയുടെ തുടർച്ച കൊണ്ടുവരാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള കുമരകം പോലുള്ള അനുകൂലമായിട്ടുള്ള എല്ലാ കാലാവസ്ഥകളും ഉള്ള ഒരു സ്ഥലമാണ് ഈ വെച്ചൂർ. ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിലോട്ട് ടൂറിസത്തിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം കിളികൾ, വിദേശത്തു നിന്ന് വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ധാരാളം പക്ഷികളും കിളികളും കൊക്കുകളും എല്ലാം നിറഞ്ഞൊരു മേഖലയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗി, ഈ കയർ മേഖല പോലെയുള്ള ആളുകൾ തൊഴിൽ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ചെത്തൊഴിലാളികൾ തൊട്ടുപറ്റേ തന്നെ നമുക്ക് തന്നെ കണ്ടാലറിയാം ഇവിടെ ചെത്തൊഴിലാളികൾ ഉള്ള മേഖലയാണ്. ഇതൊക്കെ വളരെയധികം അനന്തമായിട്ടുള്ള ടൂറിസത്തെ കൂടി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടി പഞ്ചായത്ത് ഇതിന് ലക്ഷ്യം വെക്കുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ സുഹൃത്താണ് വിനോദ് വൈകുന്നേരം ചെത്തിൻ്റെ സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് വിനോദ്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇതേപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. വൈകിട്ടത്തെ ചെത്തിനെത്തിയതാണ്. എങ്ങനെയാണ് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ സോളിനെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമുക്കിവിടെ. മാലിന്യ നിക്ഷേപം നമ്മുടെ പാതയോരങ്ങളിലും മറ്റും ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്രകാരം മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ആ പാതയോരങ്ങളും മറ്റും വൃത്തിയാക്കി കൂടുതൽ സൗന്ദര്യവൽക്കരിക്കപ്പെട്ട് അവിടെ കൂടുതൽ പിന്നീട് മാലിന്യം നിക്ഷേപിക്കുന്ന രീതി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കാറ്റോരം എന്ന് ഈ പദ്ധതിക്ക് പേരിട്ടിട്ടുണ്ട്. കാറ്റോരം എന്നൊരു പദ്ധതി ഈ വെച്ചൂരിൻ്റെ ഈ വേരുവള്ളി എന്ന പ്രദേശം മാത്രം ഒതുങ്ങുന്നതല്ല. മറ്റ് വെച്ചൂരിൻ്റെ വിവിധ മേഖലകളിലും ഇത്രയും സൗന്ദര്യവൽക്കരിച്ച് നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങളും പ്രകൃതിയോട് ഇണങ്ങുന്ന എല്ലാ സൗന്ദര്യവൽക്കരണവും നടത്താനാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. മെയ് മാസം 23-ാം തീയതി ഈ കാറ്റോരം എന്ന ഈ മനോഹരമായ ഇടത്തെ പഞ്ചായത്ത് നാടിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഒരല്പസമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം. ഇവിടുത്തെ മനോഹരമായ നാട്ടുകാഴ്ചകൾ കാണണം. അതേപോലെ തന്നെ ഇവിടെ വളരെ വിശാലമായ ഇടമുണ്ട്. അവിടെ ഒരുപാട് പക്ഷികളുണ്ട്. അവയൊക്കെ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടൊക്കെ വന്നിരുന്നാൽ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള മനോഹരമായ ഇടങ്ങൾ വീണ്ടും ഉണ്ടാവാൻ ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയുമായി കാണുമ്പോൾ ഇവിടെ ശ്യാം സൈനിങ് ഓഫ്. താങ്ക് യു.